കാര്യവട്ടം ക്യാമ്പസിൽ ഗവേഷണ വിദ്യാർത്ഥിനിക്ക് വന്ന പാഴ്സലിൽ കഞ്ചാവ് പൊതി 4 ഗ്രാം അടങ്ങിയ കഞ്ചാവ് പൊതിയാണ് ലഭിച്ചത്. കോഴിക്കോട് സ്വദേശി ശ്രീലാൽ എന്ന പേരിൽ നിന്നാണ് പാഴ്സൽ വന്നിരിക്കുന്നത്. കോളേജ് അധികൃതർ ശ്രീകാര്യം പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് നടപടികൾ ആരംഭിച്ചു. അഷിൻ ഡിയാഗോ വിവരങ്ങളുമായി. അഷിൻ, ഇതിൽ വിദ്യാർത്ഥിനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് തന്നെയാണോ പോലീസ് മനസ്സിലാക്കുന്നത്? എന്താണിപ്പോൾ ഈ കഞ്ചാവ് പൊതിയുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്? പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷണ വിദ്യാർത്ഥിക്കാണ് ഈ ഒരു പാഴ്സൽ എത്തിയത്. ഈ പാഴ്സലിനുള്ളിൽ 4 ഗ്രാം കഞ്ചാവാണ് ഉള്ളത് എന്നുള്ളതാണ്. ഈ കഞ്ചാവ് കിട്ടിയ ഉടൻ തന്നെ കുട്ടി കോളേജ് ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരികളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഈ കോളേജ് അധികൃതരാണ് ശ്രീകാര്യം പോലീസിനെ വിവരമറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തി ഈ കഞ്ചാവ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശി ശ്രീലാൽ എന്ന പേരിൽ നിന്നാണ് ഈ ഒരു പാഴ്സൽ ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുട്ടിക്ക് നിലവിൽ ഇതിൽ യാതൊരു വിധത്തിലുമുള്ള പങ്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നുകിൽ അഡ്രസ്സ് മാറി എത്തിയതാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ എത്താനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. പോലീസ് ഈ ഒരു വിഷയത്തിൽ എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കുട്ടിയെ വിശദമായി തന്നെ പോലീസ് വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഈ ശ്രീലാൽ, ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ശ്രീലാലിനെ കേന്ദ്രീകരിച്ചാണ് നിലവിലിപ്പോൾ ശ്രീകാര്യം പോലീസ് അന്വേഷണം നടത്തുന്നത്. എന്തിനാണ് ഈ ഒരു പേരിൽ പാഴ്സൽ അയച്ചത്? മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണോ ഈ കുട്ടിയെ കുടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ ഈ പാഴ്സൽ അയച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്യാമ്പസിൽ, കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷണ വിദ്യാർത്ഥിക്ക് വന്ന പാഴ്സലിൽ 4 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു എന്ന് മനസ്സിലാക്കുന്നത്. ഇത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ശ്രീലാൽ ആണ് ഇത് അയച്ചിരിക്കുന്നതെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തുദ്ദേശത്തിന്റെ പുറത്തിലാണ് ഇത് അയച്ചത്? ഇത് അയച്ചതുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ശ്രീകാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. ശരി, അഷിൻ ഡിയാഗോ ആണ് വിവരങ്ങൾ നൽകിയത്.